ഹരി ഓം. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് നാരായണീയത്തില് നമ്മള് 5-ാമത്തെ ദശകം വിരാട് പുരുഷോൽപത്തി, അതിലെ 7 വരെയുള്ള ശ്ലോകങ്ങള് നമ്മള് ഇതിനകം അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നിപ്പോ 8-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശബ്ദാത് വ്യോമതത സസർജിത വിഭോ സ്പർശം തദോ മാരുതം തസ്മാദ്രൂപമതോ മഹോദജരസം തോയം ജഗന്ധം മഹിം. ഏവം മാധവ പൂർവകലനാത് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയത്താമസാ. നമുക്ക് അർത്ഥം നോക്കാം. ശബ്ദാത് വ്യോമ, ശബ്ദാത് പ്ലസ് വ്യോമ, ശബ്ദാത് ആ ശബ്ദത്തിൽ നിന്ന്, വ്യോമ ആകാശത്തെ, തദ സസർജിത വിഭോ തഥാ അത് കഴിഞ്ഞിട്ട്, സസർജിത ഭഗവാനെ എങ്ങനെ ഭഗവാനോട് പറയാണ്, അത് അങ്ങ് സൃഷ്ടിച്ചു, വിഭോ ആ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ എന്ന് വിളിക്കുകയാണ് വിഭോ. സ്പർശം, അപ്പോ സ്പർശം തതോ മാരുതം. ഈ ആദ്യം നമ്മള് കഴിഞ്ഞ ശ്ലോകത്തില് താമസഹങ്കാരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളിലൊന്നായ ആകാശത്തിന്റെ തന്മാത്രയായിട്ടുള്ള ശബ്ദത്തെ സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കി. ഇപ്പോ ആ ശബ്ദത്തിൽ നിന്നും ഇപ്പൊ എന്തുണ്ടായി, സ്പർശത്തെ സൃഷ്ടിച്ചു. ഇനി സ്പർശത്തിൽ നിന്നും എന്താണ് സൃഷ്ടിക്കുന്നത് നോക്കാം. തതോ മാരുതം, തഥാ പറഞ്ഞ അത് കഴിഞ്ഞിട്ട്, മാരുതം, മാരുതം എന്ന് പറഞ്ഞാൽ വായു, വായുവിനെ സൃഷ്ടിച്ചു. സ്പർശത്തിൽ നിന്നും അതിന്റെ തന്മാത്രയായിട്ടുള്ള വായുവിനെ സൃഷ്ടിച്ചു. തസ്മാത് രൂപമതോ മഹോദജരസം, തസ്മാത് അതിൽ നിന്ന് രൂപത്തെ സൃഷ്ടിച്ചു. വായുവിൽ നിന്നും അതിന്റെ തന്നെ തന്മാത്രയായിട്ടുള്ള ആ രൂപത്തെ സൃഷ്ടിച്ചു. അപ്പോ ശബ്ദത്തിൽ നിന്ന് സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് ഇവിടെ രൂപത്തെയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് മഹോദജരസം, മഹ പറഞ്ഞ എന്താണ്, അഗ്നി, തേജസ്. ഈ രൂപത്തിൽ നിന്നും അഗ്നിയെ സൃഷ്ടിച്ചു. പിന്നെ അഗ്നിയിൽ നിന്നും പിന്നെ എന്താണ്, രസം, തോയം ച ഗന്ധം മഹിം. ആ അഗ്നിയിൽ നിന്നും രസത്തെ സൃഷ്ടിച്ചു. രസത്തിൽ നിന്നും തോയം, തോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം, രസത്തിന്റെ തന്നെ തന്മാത്രയായിട്ടുള്ള ആ ജലത്തെ സൃഷ്ടിച്ചു. അപ്പം ആ ജലത്തിൽ അതിന്റെ തന്നെ തന്മാത്രയായിട്ടുള്ള രസമുണ്ട്. അതിന് പുറമെ ആ ആദ്യത്തെ സ്പർശം, ശബ്ദം, സ്പർശം, രൂപം, ആ ഗുണങ്ങളും അതിലുണ്ട്. പിന്നെ ജലത്തിൽ നിന്നും ഗന്ധത്തെ സൃഷ്ടിച്ചു. പിന്നെ ഗന്ധത്തിൽ നിന്നും പിന്നെ അതിന്റെ തന്മാത്രയായിട്ടുള്ള മഹീം, ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പൊ ഭൂമിയില് അതിന്റെ തന്നെ തന്മാത്രയായിട്ടുള്ള ഗന്ധമുണ്ട്. അതിന്റെ പുറമെ ബാക്കിയുള്ള മുമ്പ് പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്. ശബ്ദം, സ്പർശം, രൂപം, രസം, ആ ഗുണങ്ങളൊക്കെ ആ ഭൂമിയിലുണ്ട്. മനസ്സിലായോ? അപ്പോ 5 ഗുണങ്ങളും ഉണ്ട്. എന്നിട്ട് എന്താണ് പറയുന്നത് നോക്കൂ. ഏവം മാധവ പൂർവകലന, ഏവം ഇപ്രകാരം, മാധവ, മാധവ പറഞ്ഞ ഭഗവാനെ വിളിക്കുകയാണ്. മാ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി, ധവ എന്ന് പറഞ്ഞ ഭർത്താവ്. ആ മഹാലക്ഷ്മിയുടെ പതിയായിട്ടുള്ള ആ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ്. പൂർവകലനാഥ്, പൂർവം പറഞ്ഞ മുമ്പുണ്ടായിട്ടുള്ള, കലനാഥ് മുമ്പ് ഉണ്ടായിട്ടുള്ള അതിനെ കൂടിച്ചേർന്നത് കാരണം, മുമ്പുണ്ടായതൊക്കെ കൂടിച്ചേർന്നത് കാരണം
ആദ്യാദ്യധർമാന്വിതം, ആ ആദ്യം ഉണ്ടായിട്ടുള്ള ആ ഗുണങ്ങളോട് കൂടിയത്. ഗുണങ്ങളും അന്വിതം പറഞ്ഞ കൂടിച്ചേർന്നത് എന്നർത്ഥം. ആദ്യം ഉണ്ടായിട്ടുള്ള ആ ഗുണങ്ങളും കൂടിച്ചേർന്നിട്ട് എന്തുണ്ടായി? ഭൂതഗ്രാമമിതം. ഭൂതം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതം. ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി തുടങ്ങിയ ആ പഞ്ചഭൂതങ്ങളുടെ ഗ്രാമം, സമൂഹം, കൂട്ടം. ആ ആദ്യം ആ മുമ്പ് ഉണ്ടായിട്ടുള്ള ആ ഗുണങ്ങളും ഇതിൽ കൂടിച്ചേർന്നത് കാരണം ആ പഞ്ചഭൂതങ്ങളുടെ കൂടിച്ചേർന്നിട്ടുള്ള ആ പഞ്ചഭൂതങ്ങളുടെ ഒരു സമൂഹത്തെ തന്നെ ത്വമേവ ഭഗവൻ, അങ്ങ് ഇന്ദിരു വഴി ആയിട്ടുള്ള ഭഗവാനെ അങ്ങ് പ്രകാശിപ്പിച്ചു എന്ന് പറയാണ്. അത് എങ്ങനെയാണ് സൃഷ്ടിക്കാൻ പറ്റിയത്? താമസാൽ, ആ താമസ അഹങ്കാരത്തിൽ നിന്ന് ഇതെല്ലാം സൃഷ്ടിക്കാൻ പറ്റി എന്ന് പറയാണ്. അപ്പോ ഇതിൽ പറയുന്നത് ആദ്യം ആകാശത്തിന്റെ തന്മാത്രയായിട്ടുള്ള ശബ്ദത്തെ സൃഷ്ടിച്ചു, ശബ്ദത്തിൽ നിന്നും സ്പർശത്തെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് അതിൽ നിന്നും വായുവിൽ നിന്നും രൂപത്തിൽ നിന്നും തേജസ്, അഗ്നിയെ സൃഷ്ടിച്ചു, അഗ്നിയിൽ നിന്നും രസത്തെ സൃഷ്ടിച്ചു, രസത്തിൽ നിന്നും ജലത്തെ സൃഷ്ടിച്ചു, ജലത്തിൽ നിന്നും ഗന്ധത്തെ സൃഷ്ടിച്ചു, ഗന്ധത്തിൽ നിന്നും ഭൂമിയെ സൃഷ്ടിച്ചു. അതിനുശേഷം പിന്നെ ഭഗവാനോട് പറയുകയാണ്, പിന്നെന്താണ്? ആ മുമ്പുണ്ടായിരുന്നതെല്ലാം, എല്ലാ ഗുണങ്ങളും ഇതിൽ കൂടിച്ചേർന്നത് കാരണം എന്നുണ്ടായി? ആ പഞ്ചഭൂതങ്ങളുടെ ഒരു സമൂഹത്തെ തന്നെ പ്രകാശിപ്പിക്കാൻ, അല്ലയോ ഭഗവാനെ അങ്ങേക്ക് ഇത് പ്രകാശിപ്പിക്കാൻ അങ്ങ് പ്രകാശിപ്പിച്ചു എന്ന് പറയാണ്. എന്തുകൊണ്ടാണ്? പിന്നെ ഇതിൽ നിന്നാണ് ഈ സൃഷ്ടിയൊക്കെ ഉണ്ടായത്? ആ താമസ അഹങ്കാരത്തിൽ നിന്നാണ് ഈ സൃഷ്ടിയെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാണ് കേട്ടോ. അപ്പോ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.